കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ കടന്നു വരാം. യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 19 വേഴ്സ് 10. ആമേൻ. യോബിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ആ ചില ചിന്തകൾ ഞാൻ ഓർപ്പിച്ചു. പരിശുദ്ധാത്മാവിന്റെ ആ വചനത്തിൽ ഇന്ന് പകലും ദൈവജനത്തോട് ചിന്തിപ്പാൻ കർത്താവിന്റെ ആത്മാവിനെ ഉത്സാഹിപ്പിച്ചതുകൊണ്ട് ഈ വചനങ്ങൾ അല്പസമയം കൂടെ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയാണ്. 1-2 കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചു. യോബ് തന്റെ ജീവിതത്തെ കഷ്ടതയുടെ മുൻപിൽ കണ്ട ആമേൻ 7ഓളം പിക്ചറുകളാണ് ഈ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആമേൻ. അതിൽ ചിലത് ഞാൻ ഓർപ്പിച്ചു. ഇവിടെ പറയുന്നു, തന്റെ കഷ്ടതയുടെ ആ പാരമ്യത്തിൽ തന്റെ ജീവിതത്തെ കണ്ട ഒരു അനുഭവം, തകർക്കപ്പെട്ട ഒരു കെട്ടിടത്തോട് തന്റെ ജീവിതത്തെ താൻ ഉപമിക്കുകയാണ്. സ്തോത്രം. അവൻ എന്നെ ക്ഷയിപ്പിച്ചു, എൻ്റെ കഥ കഴിഞ്ഞു. ഒരു കെട്ടിടമായി തന്റെ ജീവിതത്തെ താൻ ഉപമിക്കുകയാണ്. വിശ്വാസിയുടെ ജീവിതം ഒരു കെട്ടിടമാണ്. സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ ആലയമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ ആലയം. സ്തോത്രം. അപ്പോൾ ഈ കഷ്ടതയുടെ പാരമ്യത്തിൽ താൻ എത്തിയപ്പോൾ ഈ കെട്ടിടം തകർന്നു പോയെന്നും സ്വർഗീയ സൈന്യവും ദൈവവും പോലും ഇത് ഇടിച്ചു കളയുവാൻ മുൻപിൽ നിന്നുമെന്നും തനിക്ക് തോന്നിയൊരു സാഹചര്യം. ഇന്ന് പകൽ ദൈവമക്കളെ, കഷ്ടതയിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ, ഏകനായി തീർന്നപ്പോൾ, ആരും സഹായമില്ലെന്ന് തോന്നിയപ്പോൾ യോബ് തകർന്നുപോയി എന്ന് തന്റെ ജീവിതത്തിൽ ഒരു തോന്നൽ അനുഭവിക്കുന്ന ഒരു സാഹചര്യം. നമ്മുടെയും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, തകർന്നു പോകുമ്പോൾ, രോഗത്തിന്റെ ബലഹീനതയിൽ തളർന്നു പോകുമ്പോൾ, ഈ കെട്ടിടം തകർന്നു പോയോ, ഓരോ പീസായി പറഞ്ഞു പോകുന്നോ എന്ന് തോന്നുന്ന സാഹചര്യത്തിലൂടെ നമുക്ക് കടന്നു പോകാനുള്ള സാധ്യതകൾ ഉയരാം. സ്തോത്രം. ഒരു കെട്ടിടം എന്ന് പറയുമ്പോൾ ഒറ്റയടിക്കല്ല അത് പറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ തകർന്നു പോകുന്നത്. ഓരോ ഭാഗങ്ങൾ ഇളകി 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 തകരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കല്ലുകളും എവിടെയൊക്കെയോ ഇളകിപ്പോകുന്നതായി തോന്നുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ഈ വചനം ദൈവമക്കൾ തിരിച്ചറിയണം. ആമേൻ. കർത്താവിന്റെ വചനത്തിൽ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പുറമേ ഉള്ള ഞങ്ങളുടെ ഈ ശരീരം അഴിഞ്ഞു പോയാലും, പുറമേ ഉള്ള ഞങ്ങളുടെ ശരീരം തളർന്നു പോയാലും, തകർന്നു പോകാത്തൊരു ശരീരം ഞങ്ങളുടെ അകത്തുണ്ട്. നിത്യമായൊരു ശരീരം ഞങ്ങൾക്കുണ്ട്. നിത്യമായൊരു ആത്മാവ് ഞങ്ങൾക്കുണ്ട്. അതിനെ തകർക്കാൻ ഒരു ലോകത്തിനോ പ്രതിസന്ധികൾക്കോ രോഗശക്തികൾക്കോ പ്രതികൂലത്തിനോ കഴിയത്തില്ല. കാരണം എന്റെ പ്രത്യാശ കർത്താവില. അതുകൊണ്ടായി ആമേൻ യോബ് പറയുന്നത്, സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ കാണും. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഈ ശരീരം പറഞ്ഞു പോകത്തക്കവണ്ണം, തകർന്നു പോകത്തക്കവണ്ണം പ്രതികൂലത്തിന്റെ ശക്തികൾ നമ്മളെ ഞെരുക്കിയാലും വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് പകൽക്കാലം ബോധ്യത്തോടെ ഈ വചനത്തോട് ചേർന്ന് പറയാം, കർത്താവ് അറിയാതെ എൻ്റെ ആമേൻ ജീവിതത്തിന്റെ ഒരു കല്ല് ഇളക്കാൻ സ്വർഗം ആരെ അനുവദിക്കത്തില്ല. കാരണം ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേല നമ്മൾ പണിയപ്പെട്ടിരിക്കുന്നത്. ആമേൻ. സഭ എന്ന ആലയം പണിയപ്പെട്ടിരിക്കുന്നത്, നാം എന്ന ദൈവപൈതൽ പണിയപ്പെട്ടിരിക്കുന്നത് അതിന്റെ മേലാണെങ്കിൽ, ഇന്ന് പകൽ ആ മൂലക്കല്ലിന്മേലാണ് എൻ്റെ കുടുംബം നിൽക്കുന്നതെങ്കിൽ, ആ മൂലക്കല്ലിന്മേലാണെങ്കിൽ നമ്മുടെ കുടുംബം, നമ്മുടെ തലമുറ, നമ്മൾ നിൽക്കുന്നതെങ്കിൽ അതിനെ ഇളക്കാൻ ഏത് ശക്തികൾക്ക് കഴിയും? ഒരു ശക്തിക്കും കഴിയത്തില്ലെങ്കിൽ. ഇന്ന് പകൽ യോബിന്റെ ജീവിതത്തിൽ ആ കഷ്ടതയിലൂടെ വന്നപ്പം പറിച്ചു കളയുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഒരിക്കലും ദൈവം അത് പറിച്ചു കളയുകയല്ല. ആ ശോധനയുടെ മധ്യത്തിലും ദൈവത്തിന്റെ കരം തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരുന്നു. സ്തോത്രം. 2-ാമത്തെ ചിന്ത നമ്മൾ വായിച്ചു, ഒരു വൃക്ഷത്തെ പോലെ എൻ്റെ പ്രത്യാശ എന്ത് ചെയ്തിരിക്കുന്നു? മാറ്റിക്കളഞ്ഞിരിക്കുന്നു. സ്തോത്രം. ആമേൻ. നിങ്ങൾ 14-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നിട്ട് 1-2 വാക്യങ്ങൾ നോക്കിയാട്ട് അതിന്റെ 14-7 മുതലുള്ള വാക്യം ദൈവമക്കൾ ശ്രദ്ധിച്ച്. 14-7. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. ആ ആ ആ ആ ആ ആമേൻ. ഇന്ന് പകൽ ദൈവമക്കൾക്ക് പ്രത്യാശയുള്ളൊരു വാക്യമാണ്. ആ വാക്യം പരിശുദ്ധാത്മാവ് നൽകുന്നു. യോബിന്റെ ജീവിതത്തെ അടുത്ത് കണ്ട പിക്ചർ പറിച്ചു കളയപ്പെട്ട ഒരു വൃക്ഷം പോലെ തന്റെ ജീവിതത്തെ തോന്നുകയാണ്. താൻ പറയുന്നു, ഒരു വൃക്ഷമായിരുന്നെങ്കിൽ അത് വെട്ടിയാൽ പിന്നെയും കിളിർക്കും. പക്ഷെ ഇവിടെ യോബ് തന്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാ, ഇത് വെട്ടുകയല്ല, കൊമ്പ് വെട്ടുകയല്ല ചെയ്തത്, മൂടോടെ പറിച്ചു കളയുക ചെയ്തത്. മൂടോടെ പറിച്ചു മാറ്റുവാനാണ് താൻ തന്റെ ജീവിതത്തെ കാണുന്ന അനുഭവം. കാരണം ഒരിക്കൽ താഴേക്ക് വേരിറങ്ങിപ്പോയ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം.
തന്റെ ജീവിതം വളർന്ന് പന്തലിച്ച് ഫലം കായ്ച്ചു നിന്ന ഒരു മഹാവൃക്ഷമായിരുന്നു ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ. അനേക ആളുകൾ ആ കൊമ്പിൽ ആശ്വാസം പ്രാപിച്ചു. അനേകർക്ക് താനൊരു കരുതലായിരുന്നു. അനേക കുടുംബങ്ങൾക്ക് താനൊരു ആശ്വാസമായിരുന്നു. പക്ഷെ ഇന്ന് ഇത് വേരോടെ പിഴുതു കളയുന്നൊരവസ്ഥ. പക്ഷെ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഈ ആമേൻ രണ്ടാമത് വായിച്ച വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട്. ഈ വൃക്ഷം ആമേൻ എവിടേക്ക് ഇറങ്ങുന്നു? ആമേൻ, അതിന്റെ ആ വാക്യം ദൈവമക്കൾ കണ്ടോ? അതിന്റെ 9-ാമത്തെ വാക്യം, വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ അത് തളിർവിടും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവാകുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ വൃക്ഷമാകുന്ന ജീവിതത്തെ ഒന്ന് കൊണ്ടുവന്നാൽ എത്രമാത്രം വെട്ടിയാലും, എത്രമാത്രം മൂറോടെ പിഴുവാൻ ശ്രമിച്ചാലും അതിനെ ഇന്ന് പകൽ കിളിർത്തുകൊണ്ടുവന്ന് പുതിയ തളിർപ്പിലേക്ക് കൊണ്ടുവരുവാൻ ആത്മാവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഈ 2025 ഈ 2-ാം മാസത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നിന്നെ വേരോടെ പിഴുതു കളയുവാൻ, വെട്ടിക്കളയുവാൻ ശത്രു പദ്ധതി ഒരുക്കി പല മേഖലകളിൽ. പക്ഷേ ഇന്ന് പകൽ നിൽക്കുന്നത് ആ വേര് പരിശുദ്ധാത്മാവിൽ നിന്നതുകൊണ്ട്, ആ വേര് പരിശുദ്ധാത്മാവിൽ ഇറങ്ങിയതുകൊണ്ടാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിലനിൽക്കണമെങ്കിൽ, ഉറപ്പോടെ നിൽക്കണമെങ്കിൽ, ഏത് ശോധനയ്ക്ക് നടുവിൽ നിൽക്കണമെങ്കിൽ അതിന് നടുവിൽ ദൈവത്തിന്റെ കരമുണ്ടാകണം. സ്തോത്രം. ഒരു വൃക്ഷത്തിന്റെ കരുത്തെന്ന് പറയുന്നത് അതിന്റെ വേരാണ്. സ്തോത്രം. പ്രത്യേകിച്ച് ഈ പായ്ക്കപ്പലിന്റെ ഒക്കെ പായ് കെട്ടാൻ ഉപയോഗിക്കുന്നത്, ആമേൻ, അതിനെ സംബന്ധിച്ചൊരു ചിന്ത ഞാൻ വായിച്ചത്, പർവ്വതങ്ങളിൽ മുകളിൽ നിൽക്കുന്ന വൃക്ഷങ്ങളുടെ അല്ലെങ്കിൽ ആ പ്രത്യേക മരങ്ങളുടെ അത് മാത്രമേ ഇതിന്റെ പായ്ക്ക് വേണ്ടി ഉപയോഗിക്കത്തുള്ളൂ. കാരണം പർവ്വതങ്ങളുടെ മുകളിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ അതിന്റെ വേര് താഴേക്കിറങ്ങി ഞരമ്പ് വലിഞ്ഞു മുറുകി നിൽക്കുന്ന ഒന്നാണ്. അതിന്റെ പ്രത്യേകത, എത്ര കാറ്റടിച്ചാലും ഇത് ആമേൻ തകരത്തില്ല, എത്ര കാറ്റടിച്ചാലും ഇത് ഉടയത്തില്ല. കാരണം അതിന്റെ വേര് താഴേക്കിറങ്ങിപ്പോയി ഉറപ്പിച്ച് നിർത്തിയേക്കുകയാ. ഇന്ന് പകൽ പ്രാർത്ഥനയോടെ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, വേര് ക്രിസ്തുവാകുന്ന വചനത്തിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ, വേര് പരിശുദ്ധാത്മാവാകുന്ന നദിയുമായിട്ട് ടച്ചുണ്ടെങ്കിൽ, വേരാത്മാവിൽ ഇറങ്ങപ്പെട്ട ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, എത്ര കൊടുങ്കാറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിച്ചാലും നിന്റെ വിശ്വാസ പടകിനെ ഒലയ്ക്കാൻ ഒരു ശത്രുവിനെ സ്വർഗം അനുവദിക്കത്തില്ലെന്ന് ഈ പകൽ ബോധ്യത്തോടെ വിശ്വസിക്കുന്ന ദൈവമക്കൾ അഭിഷേകത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യണം. പറിച്ചു കളയുവാൻ, ആമേൻ, മാറ്റിക്കളയുവാൻ കഴിഞ്ഞ വർഷങ്ങളിൽ പ്ലാൻ ചെയ്ത പിശാചിന്റെ പദ്ധതിയെ മാറ്റിയത് ദൈവത്തിന്റെ കൃപയാണെന്ന് ബോധ്യമുള്ള ദൈവമക്കളെ ആരാധനയിൽ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം. ഈ 2025 നിന്നെ കാണിക്കത്തില്ലെന്ന് പറഞ്ഞ് ഈ ദേശത്തിൽ നിന്ന് പറിച്ചു കളയുവാൻ, കുടുംബത്തിൽ നിന്നെ പറിച്ചു കളയുവാൻ, ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പറിച്ചു കളയുവാൻ, നിന്റെ തലമുറയെ നിന്നെ അകറ്റിക്കളയുവാൻ, നിന്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിക്കളയുവാൻ, ജോലിയിൽ നിന്നെ പറിച്ചു കളയുവാൻ പിശാചൊരുക്കിയ പദ്ധതിയുടെ നടുവിൽ നിർത്തിയത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ അഭിഷേകത്തോടെ സ്തോത്രം ചെയ്യുക. എത്ര കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചോ, എത്ര പ്രതിസന്ധികൾ കടന്നു വന്നോ, എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതികൂലത്തിന്റെ ആരംഭം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടോ ദൈവവേദന നിർത്തിയിരിക്കുന്ന കൃപയാണെന്ന് ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, പ്രത്യാശ നശിച്ചവനെ പോലെ പ്രതികൂലങ്ങളിൽ ഇന്ന് പകൽക്കാല തകർന്നു പോയൊരു ദൈവത്തിന്റെ പൈതൽ ആത്മാവിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കണം. ഞാൻ യേശു ക്രിസ്തുവിൽ വേരൂന്നിയ ദൈവത്തിന്റെ പൈതലാ, ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതൽ, പ്രത്യാശയുള്ള ദൈവത്തിന്റെ പൈതൽ ആ കർത്താവിൽ നിലനിൽക്കുന്നുവെങ്കിൽ ആ പ്രത്യാശ എന്ന വേരിന്മേൽ, ആ പ്രാർത്ഥന എന്ന വേരിന്മേൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്നത് എന്താണ്? ലോകത്തിലെ സകല മതങ്ങളും, ലോകത്തിലെ സകല സിദ്ധാന്തങ്ങളും, ലോകത്തിലെ സകല ആമേൻ മതസങ്കല്പങ്ങളും എല്ലാം മരിച്ചു മൺമറഞ്ഞ മത നേതാക്കന്മാരുടെ ശവകുടീരത്തിൽ നിലകൊള്ളുമ്പോൾ, ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന കർത്താവിന്റെ ആമേൻ ഈ സന്നിധിയിൽ നമുക്ക് ഉറപ്പോടെ പറയാം, മരിച്ചു മൺമറഞ്ഞ ഒരുവന്റെ ആമേൻ ആ പ്രത്യാശയിലല്ല ഞാൻ ജീവിക്കുന്നത്. ഇന്നും എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ജീവിച്ച ആമേൻ പിതാവിന്റെ വലത്തുഭാഗത്ത് എനിക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവിന്റെ പ്രത്യാശയാണ് എന്റെ അകത്തുള്ളത്. ആ പ്രത്യാശയകത്തുള്ള എന്റെ പ്രത്യാശയെ തകർക്കാൻ, എന്നെ ക്ഷീണിപ്പിക്കാൻ ലോകത്തിന് കഴിയത്തില്ലെന്ന് ഇന്ന് പകൽ ദൈവമക്കൾ ആത്മാവിൽ ആഴമായി തിരിച്ചറിയണം. അതാ നമ്മുടെ ഉറപ്പ്. സ്തോത്രം.
ലോകത്തിലെ സകല ആളുകളും പ്രത്യാശ നശിച്ചവരായി തകരുമ്പോൾ നമ്മളിന്ന് പകൽക്കാലം ഓർക്കുക, എന്തുകൊണ്ട് പ്രത്യാശയോടെ നിൽക്കുന്നു? നാം ജീവനുള്ള പ്രത്യാശയുടെ പങ്കാളികളാ. ഇന്നും മരിച്ചാൽ എൻ്റെ ആത്മാവ് നിത്യതയിൽ പോകും. ആമേൻ. ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ കാഹളം ധ്വനിക്കുമ്പോൾ പറന്നുയരും. ഇന്ന് പകൽ ആ പ്രത്യാശ അകത്തുള്ള ദൈവമക്കളുടെ ആമേൻ അടിസ്ഥാനത്തെ തകർക്കാൻ ആർക്ക് കഴിയും? ദൈവമക്കളെ, അവരുടെ അടിസ്ഥാനത്തെ ഉടയ്ക്കാൻ ആർക്ക് പറ്റും? ഇന്ന് പകൽ ആ പ്രത്യാശ അകത്ത് പ്രാപിച്ച ദൈവമക്കൾ നിരാശപ്പെട്ടിരിക്കുകയല്ല, ഭാരപ്പെട്ടിരിക്കുകയല്ല. നിന്റെ വേര് മാന്താൻ ആരെല്ലാം ശ്രമിച്ചാലോ ഇന്ന് പകൽ എനിക്കൊരു പ്രത്യാശയുണ്ട്, എനിക്കൊരു പ്രത്യാശയുണ്ട്. ഇത് പൊട്ടിൽ കിളിർക്കോ, ഞാൻ ഉയർന്നു വരൂ, എന്റെ ദൈവം എന്നെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് യോവിനെ പോലെ പറയാൻ അകത്ത് ദൈവകൃപ പ്രാപിച്ച് എത്ര ദൈവമക്കൾ അഭിഷേകത്തോടെ സ്തോത്രം ചെയ്യോ. നീ അറിയാതെ നിന്റെ ഓഫീസിൽ, നീ അറിയാതെ നിന്റെ കുടുംബത്തിൽ, നീ അറിയാതെ നിന്റെ ജീവിത മേഖലയിൽ എത്രയോ പേര് നിന്റെ അടിസ്ഥാന കല്ല് വരെ ഊരിയെടുക്കുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളൊന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചിലർ ഈ ദൂത് വ്യക്തിപരമായി പറയുകയാ, അവിടെ നിന്നെ ഉറപ്പിക്കുന്ന ഒരുവൻ. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ചിലരോട് പരിശുദ്ധാത്മാ പറയുക, നിന്റെ ബിസിനസ് മേഖലകളിൽ, നീ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ, നിന്റെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്റെ വേര് മുറിച്ചു കളഞ്ഞ ആരും അറിയാതെ നിന്നെ പിടത്തി കളയുക, തകർത്തി കളയുക, നീ വീഴുന്നത് കണ്ട് സന്തോഷിപ്പാൻ പദ്ധതി ഒരുക്കിയ ചില മേഖലകൾ ഇന്ന് പകലത്തെ ആരാധനയിൽ തകർന്നു മാറുകയാ. ചിലരോട് പരിശുദ്ധാത്മാ പറയുന്നു, നീ അറിയാതെ പ്രിയ സഹോദരി സഹോദര, ചിലരുടെ ആത്മാഭിദൂത് വ്യക്തിപരമായി കൈമാറുകയാ. നിന്റെ അടിസ്ഥാനം അറിയാതെ അതിനെ പിഴുതുകളയുക, അതിനെ മാന്തിക്കളയുവാൻ പ്ലാൻ ഒരുക്കുന്ന ശത്രുവിന്റെ പദ്ധതി ഇന്ന് പകലേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോയി. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കൂടാരങ്ങളിൽ വെളിപ്പെടുകയാ. Glory, 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 glory. Rikabala Shantura Managaregare, Duramanagarega Shantura, the Galkamanagaga, Duramanabalaba Udabara, the Garab Shabana, the Garamde, Dugamanabalabalabalaba Shabana, the Garam Talabalaba Udabara, the Garamde. Hallelujah. Durabalabalaba Shantara, the Arega. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നമ്മൾ നാട്ടിലൊക്കെ ചിന്തിക്കുമ്പം പല സാഹചര്യങ്ങളിലും പല പ്രശ്നങ്ങളൊക്കെ ഇതുപോലൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിൽ ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. ഈ അയൽവക്കക്കാർ തമ്മിൽ പ്രശ്നമാകുമ്പം വീടിൻ്റെ അടുത്ത് നിൽക്കുന്ന മരം, ആ വീടിനൊരു പ്രശ്നമാകുമ്പോൾ വെട്ടിക്കളയാൻ പറയുമ്പം ഈ ചിലപ്പം വില കൂടിയ മരമായിരിക്കും, അല്ലെങ്കിൽ പണം കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ റബ്ബറായിരിക്കും. ഇപ്പം വെട്ടാൻ മടിയാകുമ്പം ഇത് വെട്ടണമെന്ന് ആഗ്രഹമുള്ളവർ ചെറുകെ ഈ വേര് മാന്തിയിട്ട് മണ്ണെണ്ണ ഒഴിക്കും. സ്തോത്രം. എന്നിട്ട് വീണ്ടും മണ്ണിട്ട് വെക്കും, അറിയത്തില്ല. വേര് മാന്തിയിട്ട് ആസർ ഒഴിച്ചു വെക്കും. ഇവിടെയൊക്കെ നമുക്കറിയാം, ആസർ ഒഴിച്ചു വെക്കും, അറിയത്തില്ല. കാരണം വേര് എന്നിട്ട് മണ്ണിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് ഇതിന് അടിയകത്ത് എന്താ നടക്കുന്നതെന്നൊരു പിടിയില്ല. കുറേ കഴിയുമ്പോൾ ഒരു ദിവസം ഇത് പെടന്ന് വീഴുമ്പോഴേ അറിയത്തുള്ളൂ ഇവൻ അടിയിക്കൂടെ എന്ത് ചെയ്യായിരുന്നു, ഇതിനകത്ത് അടിയിൽ ഒഴിച്ചു വെച്ചേക്കുക. ഞാനിന്ന് പകൽ ഇതിപ്പോൾ ഉദാഹരണമായി പറഞ്ഞത്, നമ്മളിന്ന് പകൽ ദൈവത്തെ ഇവിടുന്ന് ആരാധിക്കുമ്പം, ദൈവത്തെ സ്തുതിക്കുമ്പം, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഓഫീസിൽ, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ പുറമേ ദൈവമക്കളെ നോക്കുമ്പം ഈ വൃക്ഷത്തിനൊരു പ്രശ്നവും തോന്നുന്നില്ല, അടുത്ത് നിൽക്കുന്ന വൃക്ഷത്തിനെല്ലാം ആമേൻ ഇത് നമ്മളെ കാണുന്നുണ്ട്. പക്ഷേ ആരോ അടി മാന്തിക്കൊണ്ടിരിക്കുന്നത് പോലെ ചിലരെ പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. അടിവേര് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം വീണ് കഴിയുമ്പം, വീണ് പോയല്ലോ എന്നോർത്ത് സന്തോഷിപ്പാൻ പലരിയ്ക്കുമ്പോൾ സ്വർഗം ഇന്ന് പകൽക്കാലം പറയുന്നു, നിന്റെ ആരോഗ്യത്തെ വീഴ്ത്താൻ, നിന്റെ ജോലിയെ വീഴ്ത്താൻ, നിന്റെ കുടുംബത്തെ വീഴ്ത്തിക്കളയുവാൻ, സന്തോഷത്തോടെ നീ നിൽക്കുന്നത് കാണുമ്പോൾ അതിനെ വീഴ്ത്തിക്കളയുവാൻ ശത്രു ഒരുക്കുന്ന ചില പദ്ധതികളെന്ന് പകൽക്കാലം ഈ ആരാധനയിൽ പരിശുദ്ധാത്മാവിന്റെ കരം ഇറങ്ങി വരും. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. ഒരു വൃക്ഷമായിരുന്നാൽ അത് വെട്ടിയാൽ കിളിർക്കും, പക്ഷെ വേരോടെ നിന്നെ പിഴുതു കളയുവാൻ, ഇനിയും ഒരു കിളിർപ്പുണ്ടാകാതെ വണ്ണം തുടച്ചു മാറ്റിക്കളയുവാൻ, പേര് പോലും ഉണ്ടാകാതെ വണ്ണം
തുടച്ചു മാറ്റുവാൻ പിശാചൊരുക്കുന്ന ചില പദ്ധതികളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ കരം തൊടുകയാ. വിശ്വസിക്കുവാൻ കഴിയുന്ന ദൈവമക്കൾ ഇന്ന് പകൽ അഭിഷേകത്തോടെ സ്തോത്രം ചെയ്യട്ടെ. സ്വസ്ഥത തരാതെ, സമാധാനം തരാതെ, ഓഫീസിൽ സമാധാനം തരാതെ, ജോലിയിൽ സമാധാനം തരാതെ, ഭവനത്തിൽ നിനക്ക് സ്വസ്ഥത തരാതെ, തലമുറയിൽ സ്വസ്ഥത തരാതെ, എവിടെ തൊട്ടാലും വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളുമാ നിന്റെ വൃക്ഷത്തെ തകർത്തു കളയുക. ശത്രുവിന്റെ പദ്ധതികൾ ഉയരുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ കര അതിനെ ഇന്ന് പകൽ റദ്ദ് ചെയ്യുകയാ. പകൽ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിന്റെ ജീവിതമാകുന്ന വൃക്ഷത്തിന്റെ വേര് പ്രത്യാശ എന്ന വേരാ, പ്രാർത്ഥന എന്ന വേരാ, വിശ്വാസം എന്ന വേരാ, അഭിഷേകം എന്ന വേരാ, ആമേൻ, ദൈവകൃപ എന്ന വേരാ. അതിനെ തൊടുവാനോ അതിനെ വെട്ടിക്കളയുവാനോ പിശാചിന് കഴിയത്തില്ലെങ്കിൽ മനുഷ്യന് കാണാൻ പറ്റാത്തതും ലോകത്തിന് തിരിച്ചറിയാൻ പറ്റാത്തതും ആമേൻ ശത്രുവിന് തിരിച്ചറിയാൻ പറ്റാത്ത വേരുകളാ സ്വർഗം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തന്നേക്കുന്നത്. പ്രാർത്ഥന എന്ന വേരിനെ മുറിക്കാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. അഭിഷേകം എന്ന വേരിനെ മുറിക്കാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ദൈവകൃപ എന്ന വേരിനെ മുറിക്കാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ആമേൻ, ദൈവത്തിന്റെ തീയുടെ അഭിഷേകം അകത്ത് പ്രാപിച്ച ദൈവമൈതലേ, നീ ഇന്ന് പകൽക്കാല ആത്മാവിൽ ആരാധിക്കുമ്പോൾ നിന്നെ മുറിച്ചു കളയുവാൻ പ്ലാനൊരുക്കുന്ന ദൈവ പദ്ധതിക്കെതിരായി നിൽക്കുന്ന ആ പോരാട്ട മേഖലകളുടെ മേൽ വിശ്വാസത്തോടെ എത്ര ദൈവമക്കൾ അഭിഷേകത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യോ. ആത്മാവിൽ നിന്ന് പകൽക്കാലം ദൈവത്തിന് നന്ദി പറയൂ. ഇന്ന് പകൽക്കാലം ആ ക്രിസ്തുവെന്ന കർത്താവെന്ന പാറയുടെ മേൽ, ക്രിസ്തുവെന്ന ആമേൻ ആ ഉറപ്പിന്റെ മേൽ, പ്രത്യാശയുടെ മേൽ ഇന്ന് പകൽക്കാലം നമ്മുടെ വേരുറപ്പിക്കാം. ആരെല്ലാം തള്ളിക്കളയാനും തകർക്കാനും ശ്രമിച്ചാലും ഉറപ്പിലോട് നിൽക്കുന്ന ദൈവവേദിയിലെ നമ്മളെ വീഴ്ത്താൻ ശത്രുവിന് കഴിയത്തില്ല. ആ ഉറപ്പിൽ മുന്നേറുവാൻ കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ. കർത്താവിന്റെ വചനത്തിൽ വിശുദ്ധ മേശയിലേക്ക് നമ്മുടെ കണ്ണുകളും ശ്രദ്ധയും ഇന്ന് പകൽക്കാലം ഉയർത്താം. എല്ലാ ദൈവമക്കളും ഇന്ന് പകൽക്കാലം ആമേൻ ആ കാൽവറി ക്രൂശിലേക്ക് അടുത്തു വരാം. നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന യേശു കർത്താവിന്റെ കാൽവറി ബലിമരണത്തെ നമുക്കിന്ന് പകൽക്കാലം അല്പസമയം ധ്യാനിപ്പാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ വചനങ്ങളെ ദൈവമക്കളുടെ ഹൃദയങ്ങളിലേക്കൊന്ന് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കോടി കടന്നു വരാം. 1 Corinthians chapter 11 verse 31 29 to 31 ഒന്ന് വായിച്ചാട്ടെ. 32 വരെ, 29 to 32. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 29 മുതൽ 32 വരെയുള്ള വേദഭാഗങ്ങൾ. നമ്മൾ വളരെ സുപരിചിതമായ വേദഭാഗമാണ്. കർത്താവിൻ്റെ മേശയോട് ബന്ധപ്പെട്ട് ദിനവും വായിക്കാറുള്ളതുകൊണ്ട് പലപ്പോഴും ഇതിൻ്റെ ഓരോ ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് ഓടിക്കടന്നു വരാറില്ല. എന്നാൽ ഓരോ വാക്കുകളും വളരെ പ്രാധാന്യം അർഹിക്കുന്ന വേദഭാഗങ്ങളാണ്. ഇന്ന് പകൽ ദൈവമക്കൾ ഓർക്കുന്ന ഈ ഭാഗം, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഇവിടെ 2 വിധികളെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു. വളരെ ശ്രദ്ധയോടെ, വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ മേശയിലേക്ക് കരങ്ങൾ നീട്ടുവാൻ പ്രാഗൽഭ്യത്തോടെ, ഒരുക്കത്തോടെ കടന്നു വന്ന ദൈവമക്കൾ വാസ്തവമായി ദൈവത്തിന്റെ വചനം കേട്ട് സമർപ്പണത്തോടെ മാത്രമേ കർത്താവിന്റെ വചനത്തിലേക്ക് ആമേൻ ഹൃദയത്തെ തുറന്നുകൊണ്ട് മാത്രമേ വിശുദ്ധ മേശയിലേക്ക് കരങ്ങൾ നീട്ടാവൂ. 2 വിധികളെ കുറിച്ച് ആ വാക്യത്തിൽ പറയുന്നു. ഒന്ന്, സ്വയം വിധിക്കുക. ദൈവം. രണ്ടാമത്തേത്, ദൈവം വിധിക്കുക. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. സ്തോത്രം, ആമേൻ. അപ്പം ഇവിടെ ഓർക്കുക, സ്വയം വിധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ദൈവം വിധിക്കും. വാക്യം അതല്ലേ, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല.
എന്നാൽ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, സ്വയം വിധിക്കുവാൻ നമ്മൾ ഏൽപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ വിധി ഉണ്ടാകും. അത് സമയത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ അനിശ്ചിതത്വമുള്ളൂ, സമയത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ആമേൻ പറഞ്ഞിട്ടുള്ളൂ. എപ്പോഴാണെന്നുള്ളത് വിധിയുടെ സമയത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടില്ല. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പം തന്നെത്താൻ ശോധന ചെയ്ത് ഈ വചനത്തിൻ്റെ മുൻപാകെ പാപങ്ങളെയും കുറവുകളെയും പരിഹാരം വരുത്തിയില്ലെങ്കിൽ ദൈവം നമ്മെ വിധിക്കുന്ന വിധിയാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ബാലശിക്ഷ. കണ്ടോ, ബാലശിക്ഷ കഴിക്കുകയാകുന്നു. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ആമേൻ കർത്താവ് നമ്മളെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ ചിന്തയ്ക്ക് ഓർക്കേണ്ട ബാലശിക്ഷ എന്ന വിഷയം ഇവിടെ ദൈവമക്കൾ ശ്രദ്ധിക്കുമ്പോൾ 2 നിലയിലുള്ള ശിക്ഷാക്രമമുണ്ട്. ഒന്ന് മരണത്തിലുള്ള പാപവും മരണത്തിനില്ലാത്ത പാപമുണ്ട്. ഇതേതാണെന്ന് നമുക്കൊരു പിടിയില്ല. കർത്താവ് അതിൻ്റെ ലിസ്റ്റ് പറഞ്ഞിട്ടില്ല, അതിനെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ആമേൻ ഏതാണെന്ന് ഇവിടെ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയത്തില്ല. എന്നാൽ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആമേൻ ക്രിസ്തുയേശുവിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിന് ഇനി എന്തില്ല? ഒരു ശിക്ഷ എന്ന് വെച്ചാൽ നരകശിക്ഷ ഇനിയില്ല. രക്ഷിക്കപ്പെട്ട ദൈവപൈതലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്? നരകത്തിൽ ഇനി എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. സന്തോഷമില്ലേ? ഇനി നരകത്തിൽ പോകത്തില്ല. രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതൽ ഒരിക്കലും നരകത്തിൽ പോകത്തില്ല. അതിന് സന്തോഷമില്ല. സ്തോത്രം. രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതൽ ആമേൻ ഒരിക്കലും നരകത്തിൽ പോകത്തില്ല. കർത്താവ് നരകത്തിൽ വിടത്തില്ല. കാരണം നമ്മൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, യേശുവിനെ ഏറ്റുപറഞ്ഞു. എൻ്റെ കർത്താവെന്ന് പറഞ്ഞതുകൊണ്ട് നരകശിക്ഷയെ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ നാം ചെയ്ത പാപങ്ങൾ, നാം ചെയ്ത തെറ്റുകൾ, കർത്താവിൽ നിന്ന് അകന്നു പോയത്, ദൈവത്തെ വേദനിപ്പിച്ചത്, ഇതിനൊക്കെ ശിക്ഷ കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ ദൈവം നീതിമാനാകില്ല. അതുകൊണ്ട് അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ജഡത്തിൽ നാം സാമേൻ ചെയ്ത കാര്യങ്ങൾ ജഡത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടേ കർത്താവ് നമ്മളെ ഇവിടുന്ന് വിടത്തുള്ളൂ. സ്തോത്രം. ജഡത്തിൽ ദൈവത്തിന് വിരോധമായി ചെയ്തതിനെല്ലാം അനുഭവിച്ചിട്ടേ കർത്താവ് നമ്മളെ ഇവിടുന്ന് വിടത്തുള്ളൂ എന്ന വചനം നമ്മോട് പറയുന്നത്. ആദ്യം ഇവിടെ അനുഭവിച്ച് തീരുന്നതാണ് ബാലശിക്ഷ എന്ന് പറയുന്നത്. അത് കിട്ടാതിരിക്കണമെങ്കിൽ തന്നെത്താൻ വിധിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇന്ന് പകൽ ദൈവമക്കളെ, ബാലശിക്ഷയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ ഈ ക്രൂശിന് മുമ്പിലേക്ക് കടന്നു വന്ന് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ബുദ്ധി ഉപദേശിക്കുകയാണ്. സ്തോത്രം. ബാലശിക്ഷ എപ്പോഴാണ് നൽകപ്പെടുന്നത് നമ്മൾ തിരിച്ചറിയണം. ഒരു വിശ്വാസി പാപം ചെയ്യുകയും അത് ഏറ്റുപറയാതെ ദൈവസന്നിധിയിൽ ആമേൻ തുടരുകയും ചെയ്യുമ്പോൾ ദൈവം ആമേൻ ഒരു സമയം അനുവദിക്കും, ഒരു കാല പീരീഡ് നമുക്ക് വേണ്ടി തരും. എന്നാൽ അതിൽ നമ്മൾ ഓവർകം ചെയ്തു പോകുമ്പം ശിക്ഷ നടപ്പിലാക്കുന്നതിന് ദൈവം നിർബന്ധിതരാകും. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ഓർക്കും, പെട്ടെന്ന് എന്താ കർത്താവ് ശിക്ഷിക്കാത്തതെന്ന്. പല സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഓർക്കും, കർത്താവ് എന്താ ഇത്രയും പാപങ്ങളും തെറ്റുകളും ഒക്കെ ചെയ്തിട്ട് എന്താ ശിക്ഷ വരാത്തതെന്ന്. പക്ഷെ ദൈവമക്കളെ, ബാലശിക്ഷയ്ക്കും, കാരണം അവൻ രക്ഷിക്കപ്പെട്ട ദൈവവിധല, കർത്താവിനെ അറിഞ്ഞ ഒരുവനാ. അവൻ അടി കൊടുക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ ഇതിനു വേണ്ടി ഒരു ആലോചന സഭയുണ്ട്. അവിടെ അവന് സമയം അനുവദിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ആമേൻ, ഇങ്ങനെ ഒരുവൻ ഒരു പാപം ചെയ്തു, രക്ഷിക്കപ്പെട്ട ദൈവവിധല ഒരു പാപം ചെയ്തു. ഈ യോബിന്റെ ചരിത്രത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കണം. യോബിനെതിരെ കുറ്റം പറയാൻ പിശാച് എവിടെ ചെന്നാ? ദൈവസന്നിധി ചെന്നു. സ്തോത്രം. ഒരു തെറ്റുമില്ലാത്ത യോബിനെതിരെ പറയാൻ ദൈവസന്നിധി ചെന്നു. പക്ഷെ ദൈവം അവിടെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ദൈവം യോബിനെ തൊടാൻ അനുവദിച്ചില്ല. സ്തോത്രം. ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഒരു വിശ്വാസി പാപം ചെയ്യുന്നുണ്ടെങ്കിൽ ഉടൻ പിശാച് എവിടെ ചെല്ലും? ദൈവസന്നിധി ചെല്ലും. നിന്റെ മകനായിരിക്കുന്ന കർത്താവിനെ അറിഞ്ഞ ഇവൻ പാപം ചെയ്തു, ഇന്ന പാപം ചെയ്തു, ഇപ്പം ശിക്ഷിക്കണം. അപ്പം കർത്താവ് പറയും, അവൻ തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ടൊരു കൊള്ളിയാ, എൻ്റെ മകനാ. ആമേൻ. അവന് ഞാനൊരു 3 മാസത്തെ അല്ലെ 4 മാസത്തെ സമയം കൊടുക്കാൻ പോകുക. ഈ 3 മാസം കർത്താവ് തരുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മൾ തിരിഞ്ഞു വന്നില്ലെങ്കിൽ, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, ഏറ്റു പറഞ്ഞില്ലെങ്കിൽ, കർത്താവിനോട് ക്ഷമയ്ക്ക് വേണ്ടി യാചിച്ചില്ലെങ്കിൽ, കരഞ്ഞില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുന്നു, ഈ 3 മാസം കഴിയുമ്പം പിശാച് വീണ്ടും ചെല്ലും. കർത്താവ് ഈ 3 മാസമായിട്ടും അവൻ ഏറ്റു പറഞ്ഞില്ല. അവൻ ആ പാപം വെച്ച് കർത്താവിൻ്റെ മേശയെടുത്തു. അവൻ ആ പാപം വെച്ച് പാപം ഏറ്റു പറയാതെ ആമേൻ ദൈവത്തെ ആരാധിച്ചു. അവന് ശിക്ഷ നടപ്പാക്കണമേ. ദൈവം നീതിമാനായതുകൊണ്ട് ശിക്ഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. കർത്താവ് ശിക്ഷ നടപ്പാക്കും. ഇന്ന് പകൽ ദൈവമക്കളെ, ദൈവം തരുന്ന ഗ്രേസ് പീരീഡാണ് നമ്മുടെ ജീവിതത്തിൽ.
സ്വർഗത്തിൻ്റെ ആലോചന സഭ അവിടെ നമുക്ക് വേണ്ടി, കാരണം കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നവനാ. നമ്മളെ ഈ സമയങ്ങളൊക്കെ വെറുതെ വിടുമ്പം അത് നമ്മുടെ പ്രിവിലേജ് കൊണ്ടാണെന്നോ കഴിവ് കൊണ്ടാണെന്നോ ഒരിക്കലും ചിന്തിക്കരുത്. സ്വർഗത്തിൻ്റെ ആലോചന സഭയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ടാണ്. പക്ഷെ എന്നും ആ ഗ്രേസ് പീരീഡ് നീളത്തില്ല. കർത്താവ് കരം വെക്കേണ്ടി വരും. കാരണം ബാലശിക്ഷ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെന്ന് പകൽക്കാലം ഈ കാൽവറിയിലേക്ക് അടുത്തു വരുമ്പോൾ കർത്താവിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റൊരാളെ വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവഹിതത്തിന് വിരോധമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം കാൽവറിക്ക് മുമ്പിൽ എന്നോട് ക്ഷമിക്കണമെന്ന് എത്ര ദൈവമക്കൾ ആത്മാവിൽ ഏൽപ്പിച്ച ദൈവസന്നിധി പ്രാർത്ഥിക്കും. ഇന്ന് പകൽക്കാലം ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ, ദൈവസന്നിധി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. ഇന്ന് പകൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ രഹസ്യമായോ പരസ്യമായോ എന്തെങ്കിലും പാപസ്വാധീനങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ആ മുടിയൻ പുത്രന്റെ കണ്ണുനീരോടുള്ള കരച്ചിൽ പോലെ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ആ കാൽവറിയിലേക്ക് അടുത്തു വന്ന് പകൽക്കാലം എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വേദഭാഗത്തോട് ബന്ധപ്പെട്ട് എന്തെല്ലാം ആ ബാലശിക്ഷകൾ, 6ഓളം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അനുഗ്രഹങ്ങൾ നഷ്ടമാകും. നമുക്ക് ലഭിക്കേണ്ട നന്മകൾ, നമുക്കുണ്ടാകേണ്ട വഴികൾ, നമുക്ക് വേണ്ടി തുറക്കപ്പെടേണ്ട സാധ്യതകൾ ബാലശിക്ഷയുടെ മുമ്പിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. 2 അവിടെ പറയുന്നു, അനേകർ ബലഹീനരായിത്തീരുന്നു, അനേകർ രോഗികളായിത്തീരുന്നു. 32 വാക്യം, അനേകർ മരണം സംഭവിക്കുന്നു. ബലഹീനത, രോഗം, മരണം ബാലശിക്ഷയുടെ കഴങ്ങള. ബലഹീനത തുടങ്ങുമ്പോൾ ഏറ്റുപറഞ്ഞാൽ രോഗത്തിലേക്ക് പോകാതെ ദൈവം നമ്മളെ കരുതും. രോഗത്തിലേക്ക് പോയെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ കാൽവറിക്ക് മുമ്പിൽ ഏറ്റുപറഞ്ഞാൽ മരണത്തിലേക്ക് പോകാതെ സ്വർഗം നമ്മളെ സൂക്ഷിക്കും. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകൽ നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ ബാലശിക്ഷയുടെ സമയങ്ങൾ ഒരിക്കലും നമ്മൾ നഷ്ടമാക്കരുത്. അടുത്തത് ആ വാക്യത്തിൽ കാണുന്ന ആ ഭാഗത്തോട് ബന്ധപ്പെട്ട് കാണുവാനായി കഴിയും. ലോകത്തിൻ്റെ പല ശരങ്ങളുടെ മുമ്പിൽ നമ്മൾ ബലഹീനരായി ക്ഷീണിതരായി തീരുന്നൊരു സാഹചര്യം. പല മേഖലകളിൽ നമുക്കത് കാണുവാനായി കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള ബാലശിക്ഷയിലൂടെ ഒക്കെ ദൈവം കടത്തിവിടുമ്പം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിത്യതയിൽ നമ്മളെ കളങ്കമില്ലാത്തവരായി എത്തിക്കണം. ഇന്ന് പകൽ ദൈവമക്കളെ, ക്രൂശിന് മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ, കാൽവറിക്ക് മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ ദൈവമക്കളും നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഓർമ്മയുടെ മണ്ഡലത്തിൽ എന്തെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ അത് രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, കർത്താവിനോട് പകൽക്കാലം ഏറ്റുപറയാം. എല്ലാ കണ്ണുകളും കാൽവറിയിലേക്ക് ഉയർത്തി ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ. മറ്റൊരാളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ജീവിതം കൊണ്ടോ നാം മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ, ക്രൂശിന്റെ മുമ്പിലേക്ക് ഇന്ന് പകൽക്കാലം കടന്നു വന്നപ്പാ എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. എന്നെ കഴുകണമേ എന്ന് ദൈവസന്നിധി ദൈവമക്കൾ പ്രാർത്ഥിക്കാം. മാനുഷികമായി ഇന്ന് പകൽ ദൈവമക്കളെ, ലോകപ്രകാരം ലോകത്തിൽ ജീവിക്കുമ്പോൾ തെറ്റുകൾ കടന്നു വരാം, തിന്മകൾ കടന്നു വരാം, ചിന്തകൾ കടന്നു വരാം. പക്ഷേ അതിനെ ജയിക്കുന്നൊരു ദൈവകൃപ എത്ര ദൈവമക്കൾ ഇന്ന് പകൽക്കാലം പ്രാപിക്കുവാൻ കുതിക്കുന്ന. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ, ആത്മാവിൽ ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ കാരണം മറ്റൊരാൾ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, ഞാൻ കാരണം മറ്റൊരാൾക്കൊരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രവർത്തികൾ കൊണ്ടോ വിചാരങ്ങൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ഇന്ന് പകൽക്കാലം കർത്താവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആ കാൽവറിക്ക് മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു എന്ന് എത്ര ദൈവമക്കളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ കാൽവറി കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശു കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയാ. ഈ വിശുദ്ധ മേശ നാം ഇന്ന് പകൽക്കാലം ഭക്ഷിക്കുവാൻ അടുക്കുമ്പോൾ ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ വീഞ്ഞ് എന്ന് പറയുന്ന ഈ പദാർത്ഥം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഓർമ്മയാ. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവിൻ്റെ ശരീരം, എനിക്ക് വേണ്ടി മുറിക്കപ്പെട്ട യേശുവിൻ്റെ ശരീരം, എനിക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റപ്പെട്ട യേശു കർത്താവിൻ്റെ രക്തത്തിൻ്റെ ഓർമ്മ ഇന്ന് പകൽ ഇതിലേക്ക് ഞാൻ കരങ്ങൾ നീട്ടുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ കാൽവറിയെ ഓർത്തുകൊണ്ട് പകൽക്കാലം നീട്ടുവാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. എല്ലാ ചിന്തകളോടും വിട പറയാം, ലോകത്തിൻ്റെ സകല ചിന്തകളോടും ഇന്ന് പകൽക്കാലം വിട പറയാം, കുടുംബത്തിൻ്റെ കാര്യങ്ങളോട് വിട പറയാം, തലമുറയുടെ കാര്യങ്ങളോട് വിട പറയാം. ഇന്ന് പകൽ ഒറ്റ കാര്യം മാത്രം ഓർക്കുക, യേശു കർത്താവിൻ്റെ കാൽവറിയെ മാത്രം. കാൽവറിയിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കാട്ടെ. എല്ലാ ദൈവമക്കളും ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ കണ്ണുകളും കാൽവറിയിൽ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. എനിക്ക് വേണ്ടി കഴുകി കർത്താവേ അങ്ങ് മരിച്ചു, എന്നെ കഴുകിയ പുണ്യാക ദിനത്തെ ഞാൻ ഇന്ന് പകൽക്കാലം ഓർക്കുന്നു.
ആ കുഞ്ഞാടിന്റെ രക്തം എന്നെ ശുദ്ധീകരിച്ചത് ഞാൻ ഇന്ന് പകൽക്കാലം ഓർക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അനേക ഭവനങ്ങൾ മരണത്തിന്റെ വിലാപങ്ങൾ ഉയർന്നപ്പോൾ ഇസ്രായേല്യ പാളയത്തെ താങ്ങി നിർത്തിയത് കട്ടളക്കാരിന്മേലും കുറുമ്പടിമേലും പകരപ്പെട്ട ആ കുഞ്ഞാടിന്റെ രക്തമാണെങ്കിൽ, ഇന്ന് പകൽ ദൈവമക്കളെ, ഇന്ന് പകൽ ഇവിടെ ഇരിക്കുവാൻ നമ്മളെ പ്രാപ്തമാക്കിയത് ആ കുഞ്ഞാടിന്റെ രക്തമാണ്. ആ കുഞ്ഞാടിന്റെ രക്തമാ. ആ രക്തത്തിന്റെ ശക്തി അനുഭവിക്കുന്ന ദൈവമക്കളെല്ലാം ഏറ്റുപറഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട് എല്ലാം നാവിലും പ്രാർത്ഥന ഉയരട്ടെ. ഇതിലേക്ക് കരങ്ങൾ നീട്ടുവാൻ പ്രാർത്ഥനയോടെ കടന്നു വന്ന ദൈവമക്കൾ പ്രാഗൽഭ്യത്തോടെ കടന്നു വന്നപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവിക കൃപയിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവമക്കളെ അവകാശമായി വിശുദ്ധ മേശ. അല്ലാത്ത ആരും ഇതിലേക്ക് കരങ്ങൾ നീട്ടുന്ന ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമേ ഇതിലേക്ക് കരങ്ങൾ നീട്ടുവാൻ അവകാശമുള്ളൂ. സ്നാനപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമേ ഇതിലേക്ക് കരങ്ങൾ നീട്ടുവാൻ അവകാശമുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ജീവിതത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ ഇതിലേക്ക് കരങ്ങൾ നീട്ടുവാൻ അവകാശമുള്ളൂ. ആ അവകാശത്തോടെ നാം അടുത്ത് വരുമ്പോൾ എവിടെയെങ്കിലും പാപക്കുറകൾ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് നമുക്ക് ഏറ്റുപറയാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാൽ എല്ലാവരും പ്രാർത്ഥന ഉയരട്ടെ. ഒരുമിച്ച് ഇന്ന് പകൽക്കാലം കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാവരും സ്തോത്രത്തോടെ അല്പസമയം പ്രാർത്ഥിച്ചാട്ട് അത്തരങ്ങളിൽ പ്രാർത്ഥന ഉയരട്ടെ. ആത്മാവിൽ പ്രാർത്ഥന ഉയരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വിശുദ്ധ മേശയിലേക്ക് അടുത്ത് വരുന്നു. ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട, ഞങ്ങൾക്ക് വേണ്ടി അപമാനങ്ങളും നിന്ദകളും പരിഹാസങ്ങളും സഹിച്ച, തുഷികളേറ്റ അങ്ങയുടെ കർത്താവേ ആണിപ്പാടുകളേറ്റ ആ ശരീരം, ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ ശരീരത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെട്ട പുണ്യാഹന്തിണത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഈ വിശുദ്ധ മേശയിൽ ഞങ്ങൾ കർത്താവെ കടന്നു വരുമ്പോൾ പറയാനുള്ളത് അയോഗ്യത മാത്രമാപ്പാ. യോഗ്യതയൊന്നുമില്ല പിതാവേ. കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ആത്മാവിന്റെ ബലം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പുത്തൻ ശക്തി കൊണ്ട് കർത്താവ് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ദൈവസ്ഥിതി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നതിൻ്റെ മക്കളെ സ്വർഗം അനുഗ്രഹിക്കണം. എല്ലാവരും ദൈവം മാനിക്കണം. കർത്താവിന്റെ കൃപയാൽ ദൈവം നിറയ്ക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ.